ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഓണം എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ഇനി പറയാൻ പോകുന്ന ടോപ്പിക്സ് വിട്ട് കളയരുത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇതുവരെ ആ ടോപ്പിക്സ് പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അതേപോലെ തന്നെ മക്കളെ, ഇന്ന് വൈകിട്ട് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഉണ്ട്, ബേസിക് സയൻസിൻ്റെ. അപ്പോൾ മിസ് ഉണ്ടാകും. എൻ്റെ കുട്ടികളെല്ലാവരും കറക്റ്റ് 7 PM നമ്മുടെ ചാനലിൽ വരണം. ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ ആണ് ദ ചെയിൻ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഒറ്റയുള്ളൊരു ജീവിയും. ഇവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു പിക്ചർ തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ജീവികളുടെ ഫോട്ടോസോ പേരുകളോ തന്നിട്ട് നിങ്ങളോട് അതിൽ നിന്ന് ഒന്നുകിൽ ഒരു ഫുഡ് ചെയിൻ, ഒരു ആഹാര ശൃംഖല ഉണ്ടാക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ഒരു ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖല ജാലം ഉണ്ടാക്കാൻ വേണ്ടി പറയും. ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അടുത്തതാണ് നമുക്കിതാ കുറേ ജീവികളുടെ, നമുക്കറിയാം ഓരോ ജീവികളുടെയും വാസസ്ഥലം വേറെയാണ് അല്ലേ, അവരുടെ ഹാബിറ്റാറ്റ് വേറെയാണ്. അപ്പോൾ കുറേ ജീവികളുടെ പേരും തരും, കുറേ ഹാബിറ്റാറ്റും തരും. എന്നിട്ട് നമ്മളോട് മാച്ച് ദ ഫോളോയിങ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പിന്നെ അടുത്തതാണെന്നാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മുടെ പുൽച്ചാടികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പുൽച്ചാടികളുടെ എണ്ണം വെച്ചിട്ടല്ല തരിക, ഒന്നെങ്കിൽ ഒരു ആഹാര ശൃംഖലയോ അല്ലെങ്കിൽ ആഹാര ശൃംഖല ജാലത്തിൻ്റെ ഫോട്ടോ ഒക്കെ തന്നിട്ട് നമ്മളോട് പറയും എന്താണ്, ഇതിൽ ആരെങ്കിലും ഒരാളുടെ എണ്ണം കൂടിയാലോ കുറഞ്ഞാലോ എന്താണ് സംഭവിക്കുക, നമ്മുടെ ആ ബാലൻസ് എങ്ങനെയാണ് തെറ്റുക എന്നുള്ളത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് നോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്ടർ ഹയാസിന്തും അതേപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കൻ കാറ്റ് ഫിഷും ആഫ്രിക്കൻ മുഷും, അപ്പോൾ ഇവർ രണ്ടുപേരും അധിനിവേശക്കാരാണ് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ആഫ്രിക്കൻ കാറ്റ് ഫിഷ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇതുവരെ ചോദ്യം വന്നിട്ടില്ല, പക്ഷേ ഒരു ക്വസ്റ്റ്യനുള്ള എല്ലാ പോസിബിലിറ്റി ഉള്ളൊരു ടോപ്പിക്കാണ് ഇത്, ഫില്ലോടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ പിക്ചേഴ്സ് വിത്ത് എക്സാമ്പിൾ ചോദിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓൾട്ടർനേറ്റ് ആണ് ഹിബിസ്കസ് അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി, നമ്മുടെ തുളസീൻ്റെത് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഏഴിലമ്പാലയൊക്കെ എന്താണ് വേൾഡ് ഫില്ലോടാക്സിയാണ്. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് അടക്കം നോക്കി വെക്കുക, ചോദിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയറിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെയാണതാ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് മക്കളെ. അതായത് പച്ച നിറം കൊടുക്കുന്ന വർണ്ണകം ഏത്, ക്ലോറോഫിൽ അഥവാ ഹരിതകമാണ്. റെഡ് കളർ ആരാണ്, ഓറഞ്ച് കളർ ആരാണ്, മഞ്ഞ കളർ ആരാണ്, ഇത് നോക്കി വെക്കുക. ഇവിടെ നല്ലപോലെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം, അതായത് ഇത് നമുക്കൊരു സിറ്റുവേഷനൊക്കെ തരും, എന്നിട്ട് ഒന്നെങ്കിൽ ഒരു 1 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷനൊക്കെ തന്നിട്ട് രാത്രിയും പകലും ഫോട്ടോസിന്തസിസും നടക്കുമോ, അല്ലെങ്കിൽ രാത്രിയും പകലും റെസ്പിറേഷൻ നടക്കുമോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ തന്നിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതെൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം, ഫോട്ടോസിന്തസിസ് പകൽ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറന്തള്ളും. പക്ഷേ റെസ്പിറേഷൻ അഥവാ ശ്വസനം അത് പകൽ സമയത്തും നടക്കും, രാത്രി സമയത്തും നടക്കും. ആ സമയം നമ്മൾ എന്താ ചെയ്യുക, ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുക. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റൊമാറ്റ. ഓക്കെ, ആ ഒരു ആശയം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവും. പിന്നെ മക്കളെ, നിങ്ങളുടെ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഉണ്ടാവാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് അല്ലേ, നമ്മുടെ ആതിഥേയരും അതേപോലെ തന്നെ നമ്മുടെ ഗസ്റ്റിൻ്റെ ആ ടോപ്പിക്ക്. ഇവിടെ നമുക്കറിയാം നമ്മുടെ മാംഗോ ട്രീ ഓട്ടോട്രോഫാണ്, സ്വപോഷികളാണ്, സ്വന്തമായിട്ട് ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്ത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഇവിടെ നമ്മുടെ വാണ്ട അഥവാ മരവാഴ എന്താ ചെയ്യുക, അവർക്ക് വാസസ്ഥലം മാത്രം മതി അല്ലേ. അവർ അന്തരീക്ഷത്തിൽ നിന്ന് അവർ വേരുകൾ ഉപയോഗിച്ചിട്ട് ന്യൂട്രിയൻസ് എല്ലാം മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്ത് അവർ തന്നെ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നതുകൊണ്ട് ഇതിന് എപ്പിഫൈറ്റ് എന്നാണ് പറയാം. ഇതിൽ നമ്മുടെ കസ്ക്യൂട്ട് അഥവാ മൂടില്ലാത്ത ആളി ഒരു എന്താണ് കംപ്ലീറ്റ് അല്ലെ ടോട്ടൽ പാരസൈറ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പണി എടുക്കില്ല, ഫുഡ് ഉണ്ടാക്കി ആ ഫുഡ് മാത്രം അബ്സോർബ് ചെയ്യും ഹോസ്റ്റിൽ നിന്ന്. ഓക്കെ, പിന്നെ നമ്മുടെ ലൊറാന്തസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക എത്തിൽക്കണ്ണിയുണ്ട്, അത് ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യുക, നമ്മുടെ മിനറൽസും വാട്ടറും അബ്സോർബ് ചെയ്തിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ സെമി പാരസൈറ്റ്, ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഇതെന്തായാലും പഠിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് എവേ ഫ്രം ഡിസീസസ് അല്ലേ, അസുഖങ്ങൾ വരാതിരിക്കാൻ, വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പോൾ അവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് കുറേ അസുഖങ്ങളുടെ പേര് തന്നിട്ട് നമ്മളോട് പറയും ഇതിൽ ഏതൊക്കെയാണ് പകരുന്ന അസുഖങ്ങൾ, ഏതൊക്കെയാണ് പകരാത്ത അസുഖങ്ങൾ. ഈ രീതിയിൽ ഒരു ടേബിൾ ആക്കാൻ വേണ്ടി പറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറേ അസുഖങ്ങളുടെ പേര് തന്നിട്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്, ഒന്നെങ്കിൽ ഇവർ 4 എണ്ണം തന്നിട്ട് ഇയാളെ ഇതിനകത്ത് പെടുത്തും, അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ക്യാൻസർ ആണ്, അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ. അല്ലെങ്കിൽ ഈ 4 അസുഖങ്ങൾ തന്നിട്ട് 1 കമ്മ്യൂണിക്കബിൾ കൊടുക്കും, അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ആര്, അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ വയറ്റിലുള്ള ഗുഡ് ബാക്ടീരിയൻ്റെ ബെനിഫിറ്റ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
വയറ്റിൽ മാത്രമല്ല, വയറ്റിലുള്ളവരെ കൊണ്ട് നമുക്ക് ഡൈജഷൻ നല്ല ഈസി ആകും, അബ്സോർപ്ഷൻ ഈസി ആകും, വേസ്റ്റ് റിമൂവ് ചെയ്യാൻ ഈസി ആകും, ന്യൂട്രിയൻസ് കിട്ടും അല്ലെ, വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാവ് പുളിപ്പിക്കാൻ, തൈര് ഉണ്ടാക്കാൻ, അങ്ങനെ ഗുഡ് ബാക്ടീരിയസിൻ്റെ ഗുണങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് നമ്മളോട് ചോദിക്കും, ഏതൊക്കെയാണ് മണ്ണിലൂടെ പകരുന്ന അസുഖങ്ങൾ, ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ, ഏതൊക്കെയാണ് ഫുഡിലൂടെ പകരുന്ന അസുഖങ്ങൾ, നമുക്ക് മൊസ്കിറ്റോ വഴി പകരുന്നത്, ഹൗസ് ഫ്ലൈ വഴി പകരുന്നത്, അങ്ങനത്തെ രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ ഫ്ലോ ചാർട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും എൻ്റെ കുട്ടിക്ക് ചെയ്യാൻ കിട്ടും. പിന്നെ നമ്മുടെ കൊതുക് വഴി നമുക്ക് പല അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ കൊതുകിനെ നിയന്ത്രിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഡെങ്കിപ്പനിയാണ്, അപ്പോൾ ഡെങ്കിപ്പനിക്കുള്ള കാരണം എന്താണ് എന്ന് നമ്മളോട് ചോദിക്കാം. കൊതുകാണ് വാഹകർ, അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള വാഹകരുണ്ട്, നമ്മുടെ എലി, ഈച്ച, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ ചാപ്റ്റേഴ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ലൈവിൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കുട്ടികളെ ലൈവ് മിസ് ചെയ്യരുത്. പിന്നെ നമ്മുടെ ആനിമൽസിന്, ജന്തുക്കൾക്ക് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെ, സസ്യങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെ, നമ്മളിങ്ങനെ ഇതൊന്നുമില്ല എന്ന് വിചാരിച്ച ടോപ്പിക്കാണ്, പക്ഷേ ഇവിടുന്ന് ചോദ്യം ഉണ്ടാകും. പിന്നെ നമ്മുടെ നല്ല ശീലങ്ങൾ, ഇത് എൻ്റെ കുട്ടിയൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം എൻ്റെ മക്കളെല്ലാം നല്ല മക്കളല്ലേ. അപ്പോൾ ഈ നല്ല ശീലങ്ങളൊക്കെ ഇതിൽ കുറേ ശീലങ്ങൾ തരും. അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം കുറച്ച് ശീലങ്ങൾ നല്ലതാണ്. അപ്പോൾ വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽ തെറ്റാണല്ലേ. ഭക്ഷണത്തിന് ശേഷം മാത്രമാണോ കൈ കഴുകേണ്ടത്? അല്ല, ഭക്ഷണത്തിന് മുൻപും കൈ കഴുകണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ചെയ്യുന്നതല്ലേ, ഓൺലി എന്ന് പറഞ്ഞതുകൊണ്ട് അത് തെറ്റാണ്. ബ്രഷ് ടീത്ത് എവറി നൈറ്റ്, എല്ലാ രാത്രിയും പല്ല് തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ശീലങ്ങൾ തന്നിട്ട് ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് മോശം എന്ന് ചോദിക്കാം. പിന്നെ നമ്മുടെ പ്രതിരോധം. ഇപ്പോൾ 2 കുട്ടികൾക്ക് അസുഖം വന്നു, ഒരു കുട്ടിക്ക് പെട്ടെന്ന് അസുഖം കൂടി, കാരണം എന്താണ്? അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ളൊരു കാരണം നമുക്കൊരു സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ 2 പേർക്ക് ഒരേ സമയം അസുഖം വന്നു, ഒരാൾക്ക് പെട്ടെന്ന് അസുഖം കൂടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും. കാരണം നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തർക്കും പല രൂപത്തിലായിരിക്കും. ഓക്കെ, പിന്നെ ചില അസുഖങ്ങൾക്കെതിരെ നമ്മുടെ ബോഡിക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാക്സിൻ എടുക്കണം. വാക്സിൻ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ചില അസുഖങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുക. ആ കാര്യം നോട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ വാട്ടർ ഇൻ ഡെയിലി ലൈഫ്. ഇവിടെ നിങ്ങൾക്ക് ഫുള്ളില്ല എന്നാണ് മിസ്സിന് തോന്നണേ, പകുതി വരെ ഉണ്ടാവാനാണ് ചാൻസ്. പക്ഷെ നമ്മുടെ ക്ലാസ്സിലും റിവിഷനിലൊക്കെ മിസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇവിടെ നമുക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. പ്യൂരിഫിക്കേഷൻ മെത്തേഡ്, ആദ്യം നമ്മൾ വലിയ വേസ്റ്റ് അഴിച്ചു കളയുന്നു, പിന്നെ നമ്മൾ സെഡിമെൻറ്റേഷൻ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു, പിന്നെ പല തട്ടുകളുള്ള അരിപ്പകൾ ഉപയോഗിച്ച് വേസ്റ്റുകൾ അരിച്ചു മാറ്റുന്നു, ഡിസിൻഫെക്ഷൻ അണുവിമുക്തമാക്കുന്നു, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് ആര്? അങ്ങനെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. കുറവ് വെള്ളം ഉപയോഗിക്കുന്നത് അസ്ഥികളാണ്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്ലാന്റ്സിന് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഉപയോഗം. ഇത് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അടുത്തതാണ്, ഇങ്ങനെ നമുക്ക് തരാം കുറേ സാധനങ്ങളുടെ ഫോട്ടോ വന്നിട്ട് ആരൊക്കെ ഫ്ലോട്ട് ചെയ്യും, ഒഴുകി നടക്കും, ആരൊക്കെ ഒഴുകി നടക്കില്ല, അങ്ങനത്തെ സാധനം. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, സൊല്യൂട്ട്, സോൾവെൻ്റ്, സൊല്യൂഷൻ, ലീനം, ലായകം, ലായനി. കുറേ സാധനങ്ങൾ തന്നിട്ട് ഇതിൽ നമ്മളോടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഇതിൽ ഏതാണ് സോൾവെൻറ്റ് ഏതാണ് സൊല്യൂട്ട് എന്ന് ചോദിക്കാം. അതിൽ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാധനം നോട്ട് ചെയ്യുക കേട്ടോ. സോഡ വാട്ടറിൽ വാട്ടറാണ് സോൾവെൻറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് സൊല്യൂട്ടാണ്. പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ 3 സ്റ്റേറ്റ്. ഐസ് ഉരുകിയാൽ വെള്ളമാവും, അത് വീണ്ടും ചൂടാക്കിയാൽ വേപ്പറാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഡയഗ്രാം നിങ്ങളുടെ ലെറ്റ് എസ്എസ്എസിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നമ്മൾ ലിക്വിഡിനെ കൊടുക്കും, ഈ ലിക്വിഡ് എന്താക്കിയാലാണ് വേപ്പർ ആവുന്നത്, ഗ്യാസ് ആവുന്നത്, ഇത് എന്താക്കിയാലാണ് സോളിഡ് ആവുന്നത്, ഐസ് ആവുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസ്, വെള്ളത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ല. അതൊരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്, സാർവിക ലായകമാണ്, അതിന് വിധാനം പ്രാപിക്കാൻ പറ്റും, ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിന് വേപ്പറൈസേഷൻ ബാഷ്പീകരണം എന്ന കഴിവുണ്ട്, ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ കഴിവുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇത് ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ചോദിക്കാം. എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയതുകൊണ്ടാണ് ഇതിന് പല സാധനങ്ങളെ ലയിപ്പിക്കാൻ പറ്റുന്നത്. വിധാനം പ്രാപിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യണം, ബിൽഡിംഗ് പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് കറക്റ്റ് മെഷർ ചെയ്യാൻ സഹായിക്കും. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്
നമുക്ക് വസ്ത്രങ്ങളൊക്കെ ഉണങ്ങി കിട്ടുന്നത്. പിന്നെ നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ഷിപ്പിനൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലൈഫ് ജാക്കറ്റിൻ്റെ പ്രിൻസിപ്പിളൊക്കെ എന്താണ്, നമ്മുടെ ഫ്ലോട്ടിങ് എബിലിറ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ എൻ്റെ കുട്ടികളെ നോട്ട് ചെയ്ത് വെക്കാം. ഈ 3 ചാപ്റ്ററിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്സാണ് ഇത്. പക്ഷേ എല്ലാം നോക്കിയിരിക്കുന്നതാണ് എപ്പോഴും സേഫ്. പക്ഷേ ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ലിസ്റ്റ് ഇട്ട് വെക്കാം. ഓക്കെ, ബാക്കിയുള്ള ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 7 PM നമുക്ക് ലൈവിൽ കാണാം.